നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ മോളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. മോൾക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയേ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്കിളെ. ഞാനും എന്റെ ഭർത്താവും പിരിയാനുള്ള കാരണം ഈ പെണ്ണ് ശ്യാമയാ. മോളിതെന്താ വിവാഹ ആലോചന സമയത്ത് പറയാതിരുന്നത്? കാമുകിക്ക് കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോഴെങ്കിലും എന്റെ മുൻ ഭർത്താവ് ഒന്ന് ഒതുങ്ങുന്ന ഞാൻ കരുതിയേ. പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണ്ടെന്നും കരുതി. പക്ഷെ രണ്ടുപേർക്കും ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. കള്ളം, പച്ച കള്ളവള് പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശ്യാമയെ തെറ്റായ ഒരു അർത്ഥത്തിൽ നോക്കിയിട്ട് പോലുമില്ല ഞാൻ. കല്യാണം വേണ്ടാന്ന് വെക്കാനുള്ള തീരുമാനത്തിന് ദയവ് ചെയ്ത് പിന്മാറണം. എന്നെ വിശ്വസിക്കണം. മരിച്ചുപോയ എന്റെ അമ്മയും ശ്രീകോവിലെ ദേവിയെ സത്യം ചെയ്ത് ഞാൻ പറയുക, ഞാൻ ശ്യാമയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. പ്ലീസ് രോഹിതേ, ഇത് സംബന്ധിച്ചൊരു അവസാന തീരുമാനം എടുക്കേണ്ടത് ഞാനോ തനുജയോ അല്ല, ദീപക്കാണ്. ദീപക് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. പ്രായം കൊണ്ട് എന്നെക്കാളും ഇളയാളാ ദീപക്. എങ്കിലും വേണമെങ്കിൽ ദീപകിന്റെ കാല് ഞാൻ പിടിക്കാം. ഈ തീരുമാനത്തിൽ നിന്ന് ഒന്ന് പിന്മാറണം. ഒരു പെൺകുട്ടിയുടെ ഭാവിയെ കരുതിയ ദീപക് പ്ലീസ്. എന്റെ കാലൊന്നും പിടിക്കണ്ട രോഹിത്. ഒരു പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ താല്പര്യവുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ ശ്യാമ. ഇതുവരെ അതുപോലെ വേറൊരാളെ സ്നേഹിച്ചിട്ടുമില്ല. ശ്യാമയുടെ വിവാഹം ഇന്ന് തന്നെ നടക്കണം. അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് നടക്കില്ല. താൻ തന്നെ കെട്ടിക്കോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.